ഇത് മുത്തപ്പനെ കാണാൻ പോയ ദിവസം നമ്മൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനും കുഞ്ഞിനും ഏട്ടനും നേരത്തെ എണീറ്റ് സെറ്റായിട്ടുണ്ട്. രാവിലെ 5:30 to 8:30 ഉള്ളിലാണ് നമ്മുടെ മുത്തപ്പൻ്റെ വെള്ളാട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വൈബായിരുന്നേ. അകത്തേക്ക് കയറിയപ്പോൾ നേരെ കാണുന്നത് വഴിപാട് കൗണ്ടറാണ്. അവിടെ നിന്ന് വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വലതുവശത്ത് കാണുന്നത് പ്രസാദ വിതരണം ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ നേരെ കാണുന്നതാണ് മുത്തപ്പൻ്റെ മടപ്പുര. അവിടേക്കാണെങ്കിൽ ഫോണൊന്നും അലൗഡ് അല്ലേ, അതുകൊണ്ട് തന്നെ കയറി നല്ല തിരക്കുണ്ടായിരുന്നു. മുത്തപ്പനെ കണ്ടു, അനുഗ്രഹം വാങ്ങി, തൊട്ടു. എന്നിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത്. ആ ഒരു ഭാഗമാണിത്. അതായത് നമ്മൾ മുത്തപ്പനെ കണ്ട് പുറത്തേക്ക് നമ്മൾ പുഴയുടെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുമല്ലോ, ആ ഒരു സ്ഥലമാണിത്. അതിൻ്റെ തൊട്ട് തന്നെ ഊട്ടുപുരി ഉണ്ട് കേട്ടോ. ഇവിടെ 12:30 ആകുമ്പോൾ അന്നദാനം കൊടുക്കാൻ തുടങ്ങൂത്രേ കേട്ടോ. എത്രത്തോളം ആളുകളുണ്ട് അതിനനുസരിച്ചിട്ടാവൂത്രേ പിന്നെയുള്ള ടൈമൊക്കെ ഉണ്ടാവുക. നല്ല തിരക്കുണ്ടായിരുന്നു, ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നന്നായി തൊഴുതിറങ്ങി. നല്ല രീതിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ. വേറൊന്നല്ല, ഞങ്ങളിത് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് വെള്ളാട്ടൊന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്രാവശ്യം. നമ്മൾ പ്രസാദം കഴിക്കാൻ പോയി. ആ വണ്ടിയിൽ വരുന്ന ചായ നമുക്ക് എടുക്കാം. പിന്നെ ഒരാൾ ഇതുപോലെ നമുക്ക് കടല പുഴുങ്ങിയതും തേങ്ങാപ്പൂളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പെണ്ണുങ്ങൾ ഒരു വശത്തും ആണുങ്ങൾ ഒരു വശത്തും ആയതുകൊണ്ട് ദേ ഏട്ടൻ അവിടെ ഇരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ മുത്തപ്പനെ കാണാൻ വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്നത് ഒരു 3 കൊല്ലം മുന്നേ ആയിരുന്നു. നമ്മുടെ കുഞ്ഞിന് ചോറൂണിൻ്റെ ഒരു വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നതായിരുന്നു. പക്ഷെ അന്ന് നമ്മളെ മുത്തപ്പനെ ഒന്നിട്ട് കുഴക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്തിയപ്പോൾ സമയം 7 മണി 7:30 ആയിട്ടുണ്ടെങ്കിലും ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ATM അന്വേഷിച്ച് ഏട്ടൻ നടക്കുമായിരുന്നു കേട്ടോ. മുത്തപ്പൻ്റെ വെള്ളാട്ട് അകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും കുഞ്ഞിനും പുറത്തും ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തപ്പനെ കാണാനോ മുത്തപ്പൻ്റെ വെള്ളാട്ട് കാണാനോ എന്തിനാ നട അടച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അകത്തോട്ട് കയറിയത്. ചോറൂടൊക്കെ കഴിഞ്ഞെങ്കിലും മുത്തപ്പനെ കാണാൻ പറ്റാത്തത് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അന്ന് മുതലേ വിചാരിക്കുന്നതാണ് ഇനി വരുമ്പോൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് എല്ലാം കാണാൻ വേണ്ടി വരണം, മുത്തപ്പൻ്റെ അനുഗ്രഹം മേടിക്കണം, മുത്തപ്പനൊന്ന് തൊടണം എന്നൊക്കെയുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ വന്നത്. എന്തായാലും ഇപ്രാവശ്യം വന്നത് വെറുതെ ആയില്ല. നമുക്ക് കുറേ നേരം അവിടെ തൊഴാനും മുത്തപ്പനെ കാണാനും മുത്തപ്പൻ കൂടെ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. ആ ഒരു വാക്ക് തന്നെ നമുക്ക് എത്രയോ വലുതല്ലേ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു ഫാമിലി ഫോട്ടോ ഞങ്ങൾ എടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. പിന്നെ ഇവിടെ ബോട്ട് സവാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 50 അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ടിക്കറ്റ്. അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ വെള്ളത്തിൽ കൂടെയുള്ള ബോട്ട്, തോണി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ ഇവിടെ കയറിയിരുന്നതിന് ശേഷം നമ്മുടെ കുഞ്ഞിന് ചെറിയ രീതിയിലൊരു വയറുവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. മരുന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അവൾക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കും ഈ ഒരു ബോട്ട് യാത്ര ഇഷ്ടമായതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ബോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഉറക്ക പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബോട്ടിൽ. നല്ല വൈബായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുഞ്ഞിന് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുഞ്ഞിനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു ക്ഷീണം അവളുടെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ ബോട്ടിൽ എപ്പോഴും കയറാൻ പറ്റുന്നതല്ലല്ലോ. കയറാൻ കിട്ടിയ ചാൻസ് ഞാനും മുതലാക്കിയില്ല. മാക്സിമം എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഏട്ടനാണ്. നീ എൻജോയ് ചെയ്യും, ഞാൻ കുഞ്ഞിനെ നോക്കാമെന്നും പറഞ്ഞിട്ട് കേട്ടോ. പുഴയിൽ നിന്ന് നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലം കാണാൻ എന്ത് ഭംഗിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒരു ചിത്രം വരച്ച് വെച്ച പോലെയൊക്കെ ആയിരുന്നേ. ഈ ക്യാമറയിൽ അത് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങനെ സവാരിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബോട്ട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തത് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞിൻ്റെ മുഖം ഇങ്ങനെ. അമ്മത് വീഡിയോയിൽ കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞു, എന്നാലും ഞാൻ വെച്ചതാണ്. അങ്ങനെ നമ്മൾ നേരെ പോയത് അന്നദാനം കഴിക്കാനാണ്. ഇവിടെയും ആണുങ്ങൾക്ക് ഒരു വരിയും പെണ്ണുങ്ങൾക്ക് ഒരു വരിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പെണ്ണുങ്ങളെ ഫുള്ളായിട്ട് കയറ്റി വിട്ടതിന് ശേഷം മാത്രമായിരുന്നു ആണുങ്ങളെ കയറ്റി വിടുന്നുണ്ടായിരുന്നത്. അപ്പോൾ നല്ല സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ കഴുകിയിട്ട് അവിടെ തരുന്നുണ്ടായിരുന്നു. അന്നദാനം കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് എനിക്കുണ്ടായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ നല്ല ചൂടുള്ള ചോറ്, സാമ്പാറും പുളിശ്ശേരിയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അന്നദാനം കഴിച്ചതും പിന്നെ റൂമിലോട്ടൊരു ഓട്ടമായിരുന്നു കേട്ടോ. 1 മണിക്ക് നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യണമായിരുന്നേ. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ റൂം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്യും. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ വീണ്ടും അമ്പല പരിസരത്തേക്ക് തന്നെ വന്ന് ആദ്യം ഒരു ലൈമും അതുപോലെ തന്നെ സോഡാ സർബത്തൊക്കെ കുടിച്ചു. വേറെ നല്ല ചൂടും നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. പിന്നെ അമ്പല പരിസരത്തേക്ക് വന്നതെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിനൊന്നും വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നൊക്കെ നോക്കി പോയതാണ് കേട്ടോ.
ഈ ഒരു കാറിൽ തൂക്കുന്ന സംഭവം നമ്മൾ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു മുത്തപ്പൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ. അത് നാശമായതുകൊണ്ട് അതുപോലെ ഒരെണ്ണം വാങ്ങണമെന്നും പറഞ്ഞിട്ട് ഏട്ടൻ തപ്പിയിട്ട് അവസാനം ഇത് കിട്ടിയിട്ടോ. കുറേ എണ്ണം നോക്കി എല്ലാം ഡാമേജ് ആയി എന്നും പറഞ്ഞിട്ട് അവസാനം ഇതേ കിട്ടിയുള്ളൂ എന്നും പറഞ്ഞിട്ടുള്ള പരാതി പറച്ചിലാണ് കേട്ടോ ഏട്ടൻ. അങ്ങനെ ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ ഒന്ന് ഈ ഒരു തിരുവുടയാടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പറ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, ഞാൻ ആ ഒരു പറയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം പൂരപ്പറമ്പിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അന്ന് മൈൻഡ് ചെയ്തില്ല കേട്ടോ. ഇന്ന് കടയിൽ പോയപ്പോൾ ഇതിങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ ഇഷ്ടമായപ്പോൾ അത് വാങ്ങി. പിന്നെ ഒരു ജീരകമിഠായും അതുപോലെ കുഞ്ഞൻ കുറേ സ്റ്റിക്കേഴ്സും വാങ്ങി. പിന്നെ ഈ ഒരു കമ്മൽ വലിയ തെറ്റില്ല എന്ന് തോന്നിയപ്പോൾ അതും വാങ്ങി. പിന്നെ മുത്തപ്പൻ്റെ ഫോട്ടോ ഉള്ള 2 മോതിരവും വാങ്ങി. ചൂട് അൺസഹിക്കബിൾ ആയിരുന്നു. ഇനി നേരെ നമ്മുടെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.